ഹായ് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. ഇന്ത്യയിൽ നല്ലപോലെ തന്നെ ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഫോർച്യൂണർ. ഫോർച്യൂണറിന് ഒരുപാട് എതിരാളികളും മാർക്കറ്റും ഉണ്ട്. പക്ഷേ ഫോർച്യൂണറിനോട് കട്ടയ്ക്കുന്നൊരു വണ്ടി എൻഡേവർ മാത്രമേ ഉള്ളൂ. എന്നാൽ നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻഡേവർ ഇല്ല, ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാത്ത ഒരു വണ്ടിയുണ്ട്. അതായത് ഫോർച്യൂണറിന് പറ്റിയ ഒരു എതിരാളി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അത് നമ്മുടെ ഇസ്യൂസുവിൻ്റെ MU-X ആണ്. ഇപ്പം നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് വണ്ടിയാണ് നമ്മുടെ ഇസ്യൂസുവിൻ്റെ D-Max പിക്കപ്പ്. നല്ലപോലെ കേപ്പബിൾ ആണ്, ഓഫ് റോഡിനെ കൊണ്ട് അടിപൊളിയാണ്, നല്ല ലുക്കുണ്ട്, നല്ല റിലയബിൾ ആണ്, മൊത്തത്തിൽ അടിപൊളി വണ്ടിയാണ്. പക്ഷേ ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ സെയിം എഞ്ചിൻ വെച്ചുണ്ടാക്കിയ എക്സാക്ട്ലി സിമിലർ ആയ ഒരു SUV ആണ് നമ്മുടെ MU-X. പക്ഷേ MU-X ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അധികം ഫാൻസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ഈ ഒരു MU-X. ഫോർച്യൂണർ പോലെ തന്നെ നല്ലപോലെ തന്നെ പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയാണിത്. ഓഫ് റോഡിനെ കൊണ്ടുപോകാൻ അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ വിലയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 31 ലക്ഷം രൂപയ്ക്കാണ്. അതായത് ഫോർച്യൂണറിൻ്റെ ഒരു എതിരാളിയെ നമുക്ക് 31 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. അതും ഫോർച്യൂണറിൻ്റെ അത്രയൊക്കെ തന്നെ ഈ വണ്ടിക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്, നല്ല കംഫർട്ടാണ്. പക്ഷേ ആരും അങ്ങോട്ട് ഇതിനുവേണ്ടി തിരിഞ്ഞ് നോക്കുന്നില്ല. അതിന് മെയിൻ കാരണം ഇതിൻ്റെ ആ റോഡ് പ്രസൻസ് ആണ്. ആ ഒരു ഫോർച്യൂണറും എൻഡെയറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നിടത്ത് റോഡ് പ്രസൻസ് ശകലം കുറവാണ് ഇതിന്. കാരണം ഇതിൻ്റെ ആ ഒരു ലുക്ക് തന്നെയാണ് മൊത്തത്തിലൊരു ഡള്ളായിട്ടുള്ള, ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത പോലത്തെ ലുക്കാണ് ഈ വണ്ടി കമ്പനി കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാശൊക്കെ കൊടുത്ത് മേടിച്ചിട്ട് അതിൻ്റെ റോഡ് പ്രസൻസ് ഇനി തരാൻ കഴിയില്ലെന്ന് പലരും പറയുന്നുണ്ട്. ബാക്കി എങ്ങനെ നോക്കിയാലും ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. റിലയബിൾ ആണ്, പെർഫോമൻസ് ഉണ്ട്, സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫോർച്യൂണറും അത്യാവശ്യം ഔട്ട്ഡേറ്റ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ആവശ്യത്തിന് ഫീച്ചേഴ്സും ഈ ഒരു വണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വണ്ടിയാണ് നമ്മുടെ MU-X. ഇപ്പോൾ ഇതാ MU-X-ൻ്റെ പുതിയൊരു മോഡൽ തായ്ലാൻഡിൽ ലോഞ്ച് ചെയ്തൊക്കെയാണ്. ഓൾറെഡി നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന വണ്ടി പഴയ ജനറേഷനാണ്, അതിൻ്റെ പുതിയ ജനറേഷൻ ഗ്ലോബലി വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയും ഫേസ് ലിഫ്റ്റാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. ഇതിൻ്റെ ലുക്ക് അവർ നല്ലപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ റോഡ് പ്രസൻസ് ആണ് ഈ ഒരു വണ്ടിക്കുള്ളത്. നല്ല മസ്കുലറായ ലുക്ക് ഈ ഒരു വണ്ടിക്ക് തരാൻ കഴിയുന്നുണ്ട്. വേണം നമുക്ക് ഫോർച്യൂണറിനെക്കാളും ലുക്കുള്ള വണ്ടി തന്നെ പറയാൻ പറ്റും. അത്രയ്ക്ക് മാരക ലുക്കിലാണ് ഈ വണ്ടി വന്നേക്കുന്നത്. പിന്നെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഫോർച്യൂണർ തന്നെ വലുപ്പം ഈ ഒരു വണ്ടിക്കുണ്ട്. പിന്നെ ഇൻറ്റീരിയേഴ്സിലും അവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുകൊണ്ടുണ്ട്. ഇപ്പം പുതിയ വണ്ടി നോക്കുകയാണെങ്കിൽ എടുത്തു നിൽക്കുന്ന ആ ഒരു വലിയ ഗ്രില്ല് തന്നെയാണ്. സ്പോർട്ടി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഹെഡ് ലാമ്പൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പുതിയ റീഡിസൈൻ ചെയ്ത ബമ്പർ മാറ്റമുണ്ട്. റിയറിൽ നോക്കിയാൽ റിയറിലെ ബമ്പറിലും വ്യത്യാസമുണ്ട്. റിയറിൽ ആ ഒരു കണക്റ്റ് ആയിട്ടുള്ള ആ ഒരു വൈഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. ഇതിനൊരു RS എന്ന് പറഞ്ഞൊരു സ്പോർട്ടിയറായ മസ്കുലറായ വേർഷൻ കൂടെ അവരിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ RS-ഉം നോർമൽ MU-X ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോർമൽ MU-X-ൽ ക്രോം കൊടുത്തെടുത്തൊക്കെ ഇതിൽ ബ്ലാക്ക് കളറാണ്. അതായത് ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ആണ്. ബമ്പറിലും ബ്ലാക്ക് കളറിൽ ഒരുപാട് ഇൻസെർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പൊക്കെ നോക്കുകയാണെങ്കിൽ അത് സ്മോക്കഡ് ആണ്. പിന്നെ റിയറിൽ ആ ഒരു RS ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഒരു 20 ഇഞ്ചിൻ്റെ ബ്ലാക്ക് കളർ അലോയ് വീലും കൂടെയാണ്. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ അടിമുടി മാറ്റമാണ് വന്നേക്കുന്നത്. സീറ്റ്സ് മാറ്റം വന്നിട്ടുണ്ട്, ഡാഷ്ബോർഡ്, സ്റ്റിയറിങ്, ആ ഒരു ടച്ച് സ്ക്രീനുകൾ, അങ്ങനെ എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയും വരുന്നുണ്ട്, 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും വരുന്നുണ്ട്. അതേപോലെ തന്നെ RS വേരിയൻറ്റിൽ ഫുള്ള് ബ്ലാക്ക് തീമാണ്, സീറ്റും എല്ലാം ബ്ലാക്ക് കളറാണ്. അതിലൊരു റെഡ് കളറിലെ ആംബിയൻ ലൈറ്റും അവർ കൊടുത്തിട്ടുണ്ട്. നോർമൽ വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു ബേജും അതേപോലെ തന്നെ ബ്രൗൺ കളറിലെ സീറ്റ്സൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ RS-ൽ ഫുള്ള് ബ്ലാക്ക് തീമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ആ ഒരു AC കൺട്രോളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടിപൊളിയാണ്. നേരത്തെ നമ്മൾ ആ ഒരു പഴയ ഇപ്പോഴും ഇന്ത്യയിൽ കിട്ടുന്ന ആ ഒരു MU-X നോക്കുകയാണെങ്കിൽ AC കൺട്രോളൊക്കെ ശരിക്കും ഓൾറെഡി നമുക്ക് തോന്നും. ഇതിൽ എല്ലാം പുതിയതാണ്. പിന്നെ പുതിയ ഒരുപാട് ഫീച്ചേഴ്സ് ഒരു വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ വണ്ടിയിൽ ADAS ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ലാൻഡ് കീപ്പിംഗ് അസിസ്റ്റ് ഉണ്ട്, ട്രാഫിക് ജാം അസിസ്റ്റ് ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഉണ്ട്. അതേപോലെ തന്നെ സറൗണ്ട് ഫുള്ള് കാണിക്കുന്ന ക്യാമറയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ അടിയിൽ എന്തോ ഉള്ളതെന്ന് വരെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആ ഒരു ലാൻഡ് റോവറിലെ കണ്ടുപോകാത്ത ആ ഒരു സിസ്റ്റം ഇപ്പം ഈ ഒരു വണ്ടിയിലും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഒരെണ്ണം ഒരു 1.9 ലിറ്റർ ടർബോ ഡീസലും ഒരെണ്ണം ഒരു 3 ലിറ്റർ ഡീസലും. ഈ ഒരു 1.9 ലിറ്റർ നമുക്ക് വളരെ ഫെമിലർ ആണ്, ഇന്ത്യയിൽ ഇപ്പോൾ അത് അവൈലബിൾ ആണ്. അത് നോക്കുകയാണെങ്കിൽ ഏകദേശം 140 HP പവറും പ്രൊഡ്യൂസ് ചെയ്യും, 350 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി 3 ലിറ്റർ നോക്കുകയാണെങ്കിൽ അത് നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത് ഏകദേശം 187 HP പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 450 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വണ്ടി 4x2 അവൈലബിൾ ആണ്, 4x4 വെർഷനും അവൈലബിൾ ആണ്. പിന്നെ തായ്ലാൻഡിൽ ഈ വണ്ടി ലോഞ്ച് ചെയ്തപ്പം 2 എഞ്ചിൻ ഓപ്ഷൻസിൽ അവർ കൊടുത്തേക്കുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അപ്പം ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഫോർച്യൂണറിന് ഇതൊരു ഭീഷണിയാകുമില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.